എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബൈക്ക് എടുക്കണമെന്ന്. അങ്ങനെ കുറച്ച് സേവിങ്സ് ഒക്കെ മാറ്റി വെച്ച് എടുത്ത വണ്ടിയാണിത്, എക്സ്പൾസ് 210. അപ്പോൾ വണ്ടി ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 1500 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോഴാണ് ഒരു റൈഡ് പോകാനൊക്കെ ആയിട്ടുള്ള സമയം കിട്ടിയത്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. ഒത്തിരി ആൾക്കാർ പോകുന്നതും കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണ് മൊത്തം ഇരുട്ടായിട്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് റൈഡ് പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ അത്യാവശ്യം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതായത് ഓൾമോസ്റ്റ് ഒരു 5:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി റോഡ് സൈഡിൽ നിർത്തിയിരിക്കുന്നതാണ്. അപ്പം നമുക്ക് പോവാം. രാവിലെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് എണീറ്റ് നിന്ന് വണ്ടി ഓടിച്ചതാണ്. എക്സ്പ്രസ്സൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഒരു രസമാണ്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്താണ്, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് പോകുന്ന വഴിക്കുള്ളതൊക്കെ എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അയാളെ പോയി എറണാകുളത്തുനിന്ന് പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹായത്തിൽ അദ്ദേഹമാണ് സത്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വരണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ വണ്ടിയൊന്ന് ഒതുക്കി എല്ലാം ഒന്ന് ഓക്കെ ആയി, ലഗേജൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ തോപ്പുംപടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തോപ്പുംപടി വാക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ പോവുകയാണ് ഇല്ലിക്കലിലോട്ട്. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര സമാധാനമാണ്. വണ്ടികൾ കുറവാണ്, തിരക്കില്ല, വെയിലില്ല, നല്ലൊരു ക്ലൈമറ്റിലങ്ങ് പോവുകയാണ്. ഇപ്പോൾ കാണാൻ പോകുന്ന സൂര്യനെയൊക്കെ കണ്ട്, പിന്നെ നമ്മുടെ എക്സ്പൾസും കൂടെ ആയതുകൊണ്ട് സ്മൂത്തായിട്ട് ഏത് റോഡിൽ കൂടെ വേണേൽ പോകാമെന്നുള്ള രീതിയിലായതുകൊണ്ട് അങ്ങ് പോവുകയാണ്. സത്യത്തിൽ ശരിക്കും ഞാനിങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോയിട്ടില്ല ആക്ച്വലി. ഇപ്പം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരുടെ കൂടെ അമ്പലങ്ങളിലോ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ പോലും പോകാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളാൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്നോട്ടേ ഉള്ളതാണ് സ്വന്തമായിട്ടൊരു ബൈക്ക് എടുക്കണം, അതിലിങ്ങനെ പോകണം, ഡെയിലിയുള്ള വർക്ക് ലൈഫിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒന്ന് എസ്കേപ്പ് ആകാനുള്ള രീതിയിൽ പോവുകയാണ്. അപ്പം ഇങ്ങനെ ലോങ് ട്രിപ്പൊന്നും പോയി പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. മാപ്പൊക്കെ നോക്കി റൂട്ടൊക്കെ കണ്ടുപിടിച്ച് പോകാൻ. അങ്ങനെ മാപ്പൊക്കെ നോക്കി റൂട്ടൊക്കെ നോക്കി പുറകിക്കുന്ന ആളുടെ കൺഫ്യൂഷനൊക്കെ ആയി പോയി. അങ്ങനെ എന്നാലും രസമായിരുന്നു അത്. പോകുന്ന വഴി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് 2 മസാല ദോശ കഴിച്ചു. പിന്നെ യാത്ര തുടർന്നു. ഫസ്റ്റ് ടൈം ഇങ്ങനെ ലോങ് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. അവിടെ റീച്ച് ആവുന്നത് ഓർത്താണ് ഇങ്ങനെ പോയത്. പോകുന്ന വഴി കണ്ട് നമ്മൾ പോകുന്ന റൂട്ടും അടിപൊളിയായിരുന്നു. പിറവങ്കേറി, പാല, ആ റൂട്ട് പിടിച്ചിട്ടാണ് ഇല്ലിക്കൽ പോകുന്നത്. ഇപ്പോൾ ദൂരം കുറയും തോറും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറിയുള്ള
ചുറ്റുപാടൊക്കെ മാറി കുറച്ച് പച്ചപ്പൊക്കെ കയറി വരാൻ തുടങ്ങി. ഇങ്ങനെ മലനിരകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ അബദ്ധം മനസ്സിലായത്. നമ്മൾ ഇറങ്ങിയത് നല്ല സമയത്തായിരുന്നില്ല. കുറച്ചുകൂടെ ഇപ്പം ഈ പോകുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും വെയിൽ നല്ലോണം കൂടി വന്ന് നല്ലോണം വെയിലറിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മളവിടെ ചെന്ന് അതിൻ്റെ മുകളിൽ കയറുമ്പോൾ നല്ല വെയിലായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് ഒരു മണ്ടത്തരം ആയിപ്പോയി. നേരത്തെ പ്രിക്കോഷൻ എടുക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഞാൻ ആക്ച്വലി നേരത്തെയാണ് ഇറങ്ങിയത്, പക്ഷേ ഫ്രണ്ടിനെ പിക്ക് ചെയ്യേണ്ടത് കൊണ്ട് ലേറ്റായി. അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയിരുന്നു പോകുന്നത്. എന്തായാലും നമുക്ക് ഫ്രീ കിട്ടിയ അനുസരിച്ചാണ് നമ്മൾ പോയത്. അപ്പോൾ ആ സ്ഥലം കാണാനുള്ള ഒരു ഇതിൽ നമ്മളങ്ങ് പോയി. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. ശരിക്കും പോകുന്ന വഴിയൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയത് ആ ഒരു സമയം എടുത്തതും ദൂരം എടുത്തതൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. പോകുന്ന വഴി ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് സുഖമായിട്ടങ്ങ് പോയി. കുറച്ച് നേരം ആനവണ്ടിയുടെ പുറകിൽ പെട്ടുപോയി. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം ഇതിൻ്റെ പുറകിൽ മാത്രമായിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ തിരക്കിൽ നിന്നൊക്കെ മാറി ഓൾമോസ്റ്റ് ഇല്ലിക്കൽ എത്താറായി. ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. കാരണം എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ബാക്ക് സൈഡാണ് നല്ലത്, ബാക്ക് സൈഡ് പോയാലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു ബാക്ക് സൈഡാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കയറ്റങ്ങൾ കയറാൻ തുടങ്ങി. എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. വണ്ടി കയറ്റം കയറുമ്പോൾ ഇച്ചിരി പാടായിരുന്നു. വണ്ടി എക്സ്പൾസ് ആണെങ്കിലും ആ ഒരു പരിചയം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പാടുപെട്ടു. അപ്പോൾ അങ്ങനെ കുന്നേറി പോവുകയാണ്. കയറ്റം കയറി മേളിലോട്ട് കയറുന്തോറും മേളിൽ നിന്നുള്ള കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് വന്നുകൊണ്ടിരുന്നു. മലനിരകൾ കാണാൻ തുടങ്ങി, ഇച്ചിരി കൂടെ പച്ചപ്പ് കൂടാൻ തുടങ്ങി. അങ്ങനെ എല്ലാം ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ആളൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി അവധി മീൻസ് വർക്കിംഗ് ഡേയ്സിലാണ് ഒരു ദിവസം പോയത്. അപ്പം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ വെയിൽ സമയത്ത് ആര് വരാനാണ്, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം പോലെ. അങ്ങനെ ഒരിടത്ത് നിർത്തിയിരുന്ന് കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് നോക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. ജസ്റ്റ് എത്താനുള്ളൊരു പോയിൻ്റൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് മൊത്തം ഇങ്ങനെ മലനിരകളൊക്കെ കാണാൻ തുടങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ റോഡിൽ നിർത്തിയിട്ടു, കുറച്ച് നേരം കണ്ടു. വെയിലാണെങ്കിലും കുഴപ്പമില്ല, നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കണ്ടു. ഇനിയിപ്പോൾ ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് ഇല്ലിക്കൽ അങ്ങ് കയറുകയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. മേളിൽ ചെന്ന് കഴിയുമ്പോൾ ആ വ്യൂ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. അങ്ങനെ ഇല്ലിക്കൽ കല്ല് കയറുകയാണ് ബാക്ക് സൈഡിൽ.
അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇല്ലിക്കലിൽ ബാക്ക് സൈഡിൽ മേളിൽ ഞങ്ങളെത്തി. ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരുന്നു നല്ല സന്തോഷമുണ്ടായിരുന്നു മനസ്സിൽ. ഇത്രയും ഓടിച്ചതിൻ്റെ റെസ്റ്റ് കിട്ടിയതിനും ഇത്രയും വലിയൊരു കാഴ്ച കാണാൻ പറ്റിയതിലും ഞാൻ കുറച്ച് നേരം അറ്റത്തൊക്കെ പോയി നിന്ന് മേളിലൊക്കെ ഇങ്ങനെ നിന്ന് കാറ്റൊക്കെ ആസ്വദിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടുത്തെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയിൽ നിന്ന് തന്നെ ഒരു മാഗിയൊക്കെ കഴിച്ച്. വെയിലാണേലും കുഴപ്പമില്ല, മേളിൽ വരെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു, വന്നതല്ലേ. പക്ഷേ സത്യം പറഞ്ഞാൽ പകുതി വെച്ച് ഇറങ്ങേണ്ടി വന്നു. വെയിലും പിന്നെ ആ ഫുഡ് കഴിച്ചതും നേരെ കഴിച്ചത് കൊണ്ടും അങ്ങോട്ട് മേളിൽ വരെ കയറാൻ പറ്റിയില്ല. എൻ്റെ ഷൂ നല്ല വെളുത്ത കളറായിരുന്നു, അങ്ങനെ അത് കറുത്ത കളറായി. അവിടെയൊക്കെ കയറി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. സത്യത്തിൽ ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ആദ്യമായിട്ട് എടുത്ത വണ്ടിയിൽ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. കണ്ട സ്ഥലവും അത്യുഗ്രനായിരുന്നു. ഇത്രയും ദൂരം ഓടിച്ച് ഇവിടെ വരെ വന്ന് ഇത് കണ്ട് നല്ല സന്തോഷമായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കയറിയതിനേക്കാളും പാടായിരുന്നു ഇറങ്ങാൻ. എൻ്റെ അമ്മോ.